പാർലമെന്റ് ആക്രമണത്തിൽ കൂടുതൽ പേർ കസ്റ്റഡിയിൽ. കർണാടക, ഉത്തർപ്രദേശ് സ്വദേശികളായ 2 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തു. കേസിലെ 4 പ്രതികളുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കും. ആക്രമണത്തിന് പിന്നാലെ സുരക്ഷ പൂർണ്ണമായി CISFനെ ഏൽപ്പിക്കാൻ ആഭ്യന്തര മന്ത്രാലയം നടപടി തുടങ്ങി. പാർലമെന്റ് ആക്രമണത്തിൽ കർണാടക വിദ്യാഗിരി സ്വദേശി സായി കൃഷ്ണ, ഉത്തർപ്രദേശ് ഒറൈ സ്വദേശി അതുൽ കുൽഷേസ്ത്ര എന്നിവരെയാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ സായി കൃഷ്ണ മനോരഞ്ജന്റെ റൂംമേറ്റ് ആയിരുന്നു. കർണാടകയിലെ മുൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനാണിയാൾ. മനോരഞ്ജന്റെ ഡയറിയിൽ നിന്നാണ് സായി കൃഷ്ണയുടെ വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. സാമൂഹ്യ പ്രവർത്തകനായ അതുൽ കുൽഷേസ്ത്രയെക്കുറിച്ചുള്ള വിവരങ്ങൾ സാഗർ ശർമ്മയിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന് കിട്ടിയത്. ഇരുവരെയും ചോദ്യം ചെയ്തു വരികയാണ്. പ്രതികളായ മനോരഞ്ജൻ, അമോൽ ഷിൻഡെ, സാഗർ ശർമ്മ, നീലം ആസാദ് എന്നിവരുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. പ്രതികളെ ഒരുമിച്ചിരുത്തിയും വെവ്വേറെയും ചോദ്യം ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി പ്രതികളെ വീണ്ടും അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും. പാർലമെന്റ് ആക്രമണത്തെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ പ്രതികൾ നടത്തിയത് സിഗ്നൽ ആപ്പിലൂടെ മാത്രമാണെന്നും ക്ലൗഡിൽ നിന്നും പ്രതികൾ വിവരങ്ങൾ ഡിലീറ്റ് ചെയ്തെന്നും പോലീസ് കണ്ടെത്തി. പ്രതികളുടെ ഇമെയിൽ സന്ദേശങ്ങൾ വീണ്ടെടുക്കാൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമിന്റെ സഹായം ദില്ലി പോലീസ് തേടിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.